ഹായ് ഹലോ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ 2 മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫങ്ഷൻ ഇന്നാണ്. അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ജസ്റ്റ് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു പാലാഴ്ച ഉണ്ട്. അപ്പോൾ ആദ്യം അവിടെ പോയി ഫുഡ് അടിക്കാം. ഫുഡ് അടിച്ചതിന് ശേഷം പാർലറിൽ നമ്മൾ പാലാഴ്ച വീട്ടിലേക്ക് പൊക്കോട്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത് തന്നെയാണ്, കുറച്ച് നടന്നു പോകണം. അപ്പോൾ ഇതാണ് പാലാഴ്ച വീട്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫുൾ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻട്രൻസ് വന്നിട്ട്. പക്ഷേ അടിപൊളിയാണ്, ഹാളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ഡൈനിങ് ഹാള് വന്നിട്ട്, പിന്നെ കിച്ചൺ ഓപ്പൺ കിച്ചണാണ്, നല്ല കുഞ്ഞ് കിച്ചണാണെങ്കിൽ നല്ല അടിപൊളി എലഗൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബാൽക്കണി, പിന്നെ ഇത് മേളത്തെ ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ രാജകുമാരിയൊക്കെ കാണാം. പിന്നെ ഞാനും ശാലും കൂടെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞാനൊരു റൊട്ടിയും കുറച്ച് ചിക്കൻ കറി ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കണം. അപ്പം പിന്നെ മച്ചയാണ് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി. ഞാനും ആമിയും മോളിത്താത്തയും കൂടെയാണ് പോയത്. പോത്തങ്കോടുള്ള ബോൾഡ് ആൻഡ് ബ്യൂട്ടിയിലായിരുന്നു ബ്രൈഡിനും മേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങളും പോയത്. അപ്പം ബ്രൈഡിൻ്റെ മെഹന്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. അപ്പം ആ മെഹന്തിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്, പിന്നെ എനിക്ക് നന്നായിട്ട് സാരിയൊക്കെ അവർ ഡ്രേപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരെൻ്റെ ഹെയർ ആണ് ചെയ്യുന്നത്, നല്ല രീതിക്ക് ഹീറ്റൊക്കെ ചെയ്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞ ഗൈസ്, സാരി കൊടുത്ത് ബാക്കിയുള്ളത് റെഡി ആണല്ലോ. ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റായി, സാരിക്ക് സെറ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് വന്നിട്ട് ഇന്നത്തെ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തൈക്കാടുള്ള റോയൽ കൺവെൻഷനിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷവർമയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ശാലും കൂടെ ഒരു വെൽക്കം ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തണ്ണിമത്തൻ ജ്യൂസാണ് കുടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണൽ ഫേവറേറ്റ് ആണ് തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാനും ശാലും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഇതാണ് ആമി, ബ്രൈഡിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ആമിയാണ് ശാലുവിന് ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഷവർമ കയ്യിൽ കിട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ അത് ഞാൻ ശാലും കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആസി. അപ്പോൾ നല്ല സുന്ദരിയായിട്ട് സാരിയിൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മിനി ഹാളാണ്, ഓഡിറ്റോറിയം മണ്ടയിൽ വേറെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ എൻഗേജ്മെൻ്റ് ആയിരുന്നു, നമുക്ക് ചെറിയത് മതി. അപ്പോൾ ഇതാണ് സ്റ്റേജ്, നല്ല രസമുണ്ടായിരുന്നു സ്റ്റേജൊക്കെ കാണാൻ. പിന്നെ ഫോട്ടോഷൂട്ട് സെക്ഷനായിരുന്നു, സിസ്റ്ററും ബ്രൈഡും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ അതൊന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് ഞാൻ ഇതിലിടാം. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് വളയിടൽ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നും ചെക്കന് വാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ബ്രദേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ബ്രൈഡിൻ്റെ സിസ്റ്റർ തന്നെയാണ് വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ ബൊക്കെയൊക്കെ മുട്ടുകുത്തിയൊക്കെ കൊടുത്തു. പക്ഷേ അതൊന്നും എൻ്റെ വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫംഗ്ഷനൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം വീട്ടിൽ പോയി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.